ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് ഒരു കുഷൻ കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരുപാട് പഴയതാണ്. ഇതും വെട്ടുതുണികൾ വെച്ച്. വെട്ടുതുണി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞിട്ട്, സാരി ബ്ലൗസ് ആകട്ടെ, ചുരിദാറാകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഷർട്ടോ പാൻസോ എന്തെങ്കിലുമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ അത് വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ മിച്ചം വരാറുണ്ട്. അത് വേറൊരു സംഗതിക്കും വേറൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള തുണി കാണില്ല. ചെറിയ ചെറിയ പീസസ് ആയിട്ടായിരിക്കും ഈ കഷ്ണങ്ങൾ ഉണ്ടാകുക. അത് വീടുകളിൽ ഇരുന്ന് തയ്ക്കുന്നവർക്ക് ഇതുപോലെ ഇഷ്ടംപോലെ തുണികൾ മിച്ചം വരും. അങ്ങനെയുള്ള തുണികളാണ് വെട്ടുതുണി എന്ന് പറയുക. അങ്ങനെയുള്ള വെട്ടുതുണി വെച്ചിട്ടാണ് ഇത് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം ഇതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇത് എല്ലാം സാരി ബ്ലൗസ് തയ്ച്ചതിൻ്റെ തുണികളാണ്. അതുകൊണ്ടാണ് ഒറ്റ കളർ തന്നെ തുണികൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് മുഴുവനും ആയിട്ടുള്ളത് കൈത്തയ്യലാണ്. ഇത് മെഷീൻ വർക്കല്ല, മെഷീനിൽ തയ്ക്കുന്നതല്ല, മുഴുവനും കൈത്തയ്യലാണ്. അതിനാൽ തന്നെ ഇതിന് കുറച്ച് കൂടുതൽ സമയമെടുക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തയ്യലും ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള തയ്യൽ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ പറ്റുള്ളൂ. അതുപോലെ കുറച്ചധികം ക്ഷമയും വേണ്ടത് ആവശ്യമാണ്. ഇത് ഞാൻ എൻ്റെ കസിൻ ചേച്ചി പഠിപ്പിച്ച് തന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കി വെച്ചതാണ്. അത് കാരണം, ഇതിൻ്റെ ഭംഗി കാരണം ഇത് കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇത് നമുക്കൊരു കുഷ്യൻ കവറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമ്മൾക്ക് ഭിത്തിയിൽ തൂക്കാവുന്ന പോലെ സഞ്ചികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ സഞ്ചിയിലൊക്കെ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് തയ്ച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിതൊന്നും ചെയ്തില്ല. ഞാനിത് അന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ചെറിയ ചെറിയ തുണി കഷ്ണങ്ങൾ, ഇതൊരു ബ്ലൗസിൻ്റെ പീസാണ്. ഇങ്ങനെയുള്ള പീസ് ചതുരമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ ഇതിൻ്റെ ഒരു ഇതള് പോലെ ആക്കിയെടുക്കണം. ഇതിന് ഓരോരോ ഇതളുകളുണ്ട്. ആ ഇതള് പോലെ നമ്മളിതിനെ തയ്ച്ച് എടുക്കണം. അത് ഒരു ഇതളിന് 6 വശങ്ങളുണ്ട്. ഒരു ഇതളിന് തന്നെ 6 വശങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെ 6 വശങ്ങളുണ്ട് ഒരു ഇതളിന്. അപ്പോൾ ഒരു ഇതള് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. കൈത്തയ്യിൽ തന്നെ തയ്ക്കണം. അത് തയ്ച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതളുകൾ ചേർത്ത് വെച്ച് വീണ്ടും തയ്ക്കണം. അങ്ങനെ ഒരു പൂവിൻ്റെ ആകൃതിയിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൂ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പല പൂക്കൾ ഉണ്ടാക്കി, പിന്നെ ഈ പൂക്കളെല്ലാം കൂടെ ചേർത്ത് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഒരു കഷ്ണം തുണി എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൈത്തയ്യൽ വെച്ചിട്ട് സൂചി നൂല് വെച്ചിട്ട് നമ്മളിതിനെ തയ്ച്ച് എടുക്കണം. അത് തയ്ച്ചെടുക്കുന്നത് ഇച്ചിരി താമസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ട് പിന്നീട് അതിനെ നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പൂക്കളായിട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിനെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി താമസം ഉണ്ടാവും. ആ താമസം നോക്കാതെ നമ്മളിതിനെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിപ്പം വെറുതെ ഞാനിത് അത്യാവശ്യം കാണാനും മാത്രം കാണിക്കുന്നു. ഇതിപ്പോൾ ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡായി. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 സൈഡ്. ഇവിടെ ഒരു സൈഡ് പോലെ ഉണ്ട്, ചെറിയ തുണിയായതുകൊണ്ടാണ്. 4 സൈഡ്, 5 സൈഡായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വശം കൂടെ തയ്ക്കുമ്പോൾ 6 സൈഡാകും.
ഇതിങ്ങനെ ഒരു വിധത്തിൽ തയ്ച്ചെടുത്തേ ഉള്ളൂ, നന്നായിട്ട് തയ്ച്ചില്ല. ഇത് തയ്യൽ നൂല് വെളിയിൽ കാണാത്ത പോലെ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കണം. ഇതിനകത്ത് നൂല് വെളിയിൽ കാണുന്നുണ്ട് കുറച്ച്, ഞാൻ ശ്രദ്ധിച്ച് തയ്ച്ച് കഴിയുമ്പോൾ അത് നൂല് കാണാതെ നമ്മൾ തയ്ച്ചെടുക്കുക. അങ്ങനെ തയ്ച്ച് ഓരോരോ ഇതളുകളായിട്ട് തയ്ച്ചെടുത്തിട്ട്, ഇങ്ങനെ ഓരോരോ ഇതളുകളായിട്ട് തയ്ച്ചെടുത്തിട്ട് ആ ഇതളുകൾ പിന്നീട് അത് കൂട്ടിച്ചേർക്കുക. ഇതിനെ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഒരു പൂവിൻ്റെ ആകൃതിയിലായിട്ട് കൂട്ടിച്ചേർക്കുക. നടുക്ക് വേറൊരു കളറും വെച്ച് സൈഡിലെല്ലാം ഒരേ കളർ